നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. റോഡ് ഷോയുമായി പ്രിയങ്ക ഗാന്ധി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിൽ. പരസ്യപ്രചാരണം തീരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിലിറക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ആര്യാടൻ ഷൗക്കത്തിനായി പ്രിയങ്ക ഗാന്ധി ഞായറാഴ്ച നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൽ, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി പ്രചാരണം നടത്തി. PV അൻവറിനായി തൃണമൂൽ MP യൂസഫ് പത്താൻ കളത്തിലിറങ്ങി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരും സജീവമായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പൂട്ടിയിട്ട് ഏത്തമിടിച്ചു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. DEOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് അധ്യാപികയായ ദരീഫ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഏത്തമിടിച്ചത്. ദേശീയഗാനം ആലപിക്കുന്നതിനിടെ ക്ലാസ്സിൽ നിന്നിറങ്ങിയതിനായിരുന്നു അധ്യാപികയുടെ നടപടി. ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് കിട്ടാതെ വരികയും സ്വകാര്യ ബസ്സിൽ കയറി വീട്ടിലെത്തുകയും ചെയ്തു. വീട്ടിലെത്താൻ വൈകിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ ചോദിച്ചപ്പോഴാണ് കുട്ടികൾ നടന്ന സംഭവം പറഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കൾ വാട്സപ്പിലൂടെ ഇക്കാര്യം അധികൃതരെ അറിയിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ കാർ തോട്ടിൽ വീണു. യുവാവിന് ദാരുണാന്ത്യം. 2 പേർ രക്ഷപ്പെട്ടു. പുന്നമടക്കായലിന് സമീപം തത്തപ്പള്ളിയിൽ താമസിക്കുന്ന ബിജോയ് ആന്റണി എന്ന യുവാവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം നടന്നത്. 3 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്കൊപ്പം ആലപ്പുഴ നഗരത്തിലേക്ക് വരുന്ന വഴി തൊട്ട് സമീപത്തെ കനാലിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മറിയുകയായിരുന്നു. കാറിൽ ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ നീന്തി രക്ഷപ്പെട്ടു. വാഹനം ഓടിച്ചിരുന്ന തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയുടെ തല വാഹനത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UK യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി. 100 നോട്ടിക് മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ചതോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും. കെനിയയിലെ വാഹനാപകടം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. മന്ത്രി P രാജീവ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. ഖത്തർ എയർവേസ് വിമാനത്തിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി P രാജീവ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹ്റിൻ, തിരുവനന്തപുരം സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ എന്നിവരുടെ മൃതദേഹങ്ങളാണ് എത്തിച്ചത്. വിനോദസഞ്ചാരത്തിനെത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് ജൂൺ 9-നായിരുന്നു നെയ്റോബിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നെഹ്റൂറുവിൽ അപകടത്തിൽപ്പെട്ടത്. ഖത്തറിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു ഇവർ. കൊല്ലം മേയർ ഹണി ബെഞ്ചമിന് വധഭീഷണി. കത്തിയുമായി വീടിന് സമീപത്തെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. ഇതിനു മുൻപും നിരവധി തവണ യുവാവ് കത്തിയുമായി വീടിന് മുന്നിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ മേയർ കമ്മീഷണർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ മേയറുടെ വീടിന്റെ പരിസരത്തും ഓഫീസിലുമായി തൊപ്പി ധരിച്ച യുവാവ് എത്തുകയും മേയറെക്കുറിച്ച് തിരക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇയാളെക്കുറിച്ച് സംശയം തോന്നിയതോടെ നാട്ടുകാർ തന്നെയാണ് ഈ വിവരം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വ്യാജലഹരി കേസ് മുഖ്യ ആസൂത്രക ലിവിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ മുഖ്യ ആസൂത്രക ലിവിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 4 മണിക്കൂർ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച രാത്രി 11:30 കൂടിയാണ് ലിവിയയെ നാട്ടിലെത്തിച്ചത്. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയ കഴിഞ്ഞ ദിവസം പിടിയിലായത്. ദുബായിൽ നിന്ന് മുംബൈ വഴി നാട്ടിലെത്താനായിരുന്നു ലിവിയയുടെ നീക്കം. ഇതിനിടയിലാണ് SIT ലിവിയയെ പിടികൂടിയത്. നെടുമങ്ങാട് വാഹനാപകടത്തിൽ 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. വിതുര സ്വദേശി ഷിജാദിന്റെ മകൻ ആബിസ് മിൽഹാനാണ് മരിച്ചത്. കുടുംബം സഞ്ചരിച്ച ആട്ടോയിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞ് തെറിച്ച് റോഡിൽ വീഴുകയായിരുന്നു. അപകടത്തിൽ അമ്മ നൌഷിമയുടെ തോളിനും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ ബീച്ചിൽ തിരയിൽപ്പെട്ട് കുട്ടികൾ. 7 പേരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാനില്ല. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് കുളിക്കാനെത്തിയ 8 കുട്ടികൾ തിരയിൽപ്പെട്ടത്. അതിൽ 7 പേരെ നാട്ടുകാർ രക്ഷിക്കുകയായിരുന്നു. ഒരാൾക്കുള്ള തിരച്ചിൽ തുടരുകയാണ്.
വൈകിട്ട് 4 മണിയോട് കൂടിയാണ് 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ കടലിൽ കുളിക്കാനായി എത്തിയത്. മുതിർന്നവർ കുട്ടികളെ വിലക്കിയെങ്കിലും ഇതൊന്നും വകവെക്കാതെ കുട്ടികൾ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു. കനത്ത മഴ സംസ്ഥാനത്ത് 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ കോളേജുകൾക്ക് അവധി ബാധകമല്ല. മറ്റു ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. കുട്ടനാട് താലൂക്കിലെ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും റെസിഡൻഷ്യൽ സ്കൂളുകൾ, റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്കും അവധി ബാധകമല്ല.